സ്വാഗതം. സയനായിട്ട് അരക്കാട്ടിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശങ്ങളാണ് താങ്കൾക്ക് യൂണിവേഴ്സ് തരുന്നത് ഏഞ്ചൽസിലൂടെ എന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് കറണ്ട് എനർജിയാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് കറണ്ട് ബ്ലോക്കേജ്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് കറണ്ട് അഡ്വൈസ്. എന്താണെന്ന് നമുക്ക് നോക്കാം. കറണ്ട് എനർജി എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ടെംപ്റ്റേഷൻ എന്ന് പറയുന്ന കാർഡാണ്. ടെംപ്റ്റേഷൻ എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്ക് ഞാൻ അർത്ഥം പറഞ്ഞുതരാൻ തന്നെ അറിയാം. അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തകൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പല അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ, പേടികൾ വരും. ഒരു അടിമത്വത്തിന് പെട്ട പോലെയാണ് മനസ്സെന്നുള്ളതാണ് ഈ ടെംപ്റ്റേഷൻ എന്ന് പറയുന്ന കാർഡ്. അപ്പോൾ ചിന്തകൾക്ക് ക്ലാരിറ്റി കുറവുണ്ട്, ഭയങ്കര നെഗറ്റീവ് ചിന്തകൾ, ഭയങ്കര പേടി, അനാവശ്യമായിട്ട് ഉത്കണ്ഠ, ആ ഒരു സിറ്റുവേഷനിലൊക്കെ വരുമ്പോഴാണ് ഈ കാർഡ് പ്രത്യക്ഷപ്പെടാറുള്ളത്. അപ്പോൾ എന്താണ് കറണ്ട് ബ്ലോക്കേജ്? അതിന് കാരണം ഉണ്ടാവണമല്ലോ. അത് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ഫൗണ്ടേഷൻ അച്ചീവ്മെൻറ്റ് 4 എന്ന് പറയുന്ന കാർഡാണ്. 4 എന്ന് പറയുന്നത് ശരിക്കും ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. അത് കറണ്ട് ബ്ലോക്കേജ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സ്വപ്നം, അതായത് ഒരു വീടെന്നുള്ളതോ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുക ഭാര്യ ഭർത്താവ് മക്കളുമായിട്ട് എന്നുള്ളതോ, ആ ഒരു സന്തോഷം, ഒരുമിച്ചില്ലായ്മയാണ് ബ്ലോക്കേജ് ആയിട്ട് കാണുന്നത്. അപ്പോൾ അകന്ന് നിൽക്കുന്ന ബന്ധങ്ങൾ, സ്നേഹമില്ലാത്ത റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമുക്ക് ആ സ്നേഹം കിട്ടുന്നില്ല, ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ഒരു ഫാമിലി ലൈഫിൽ വരുമ്പോഴാണ് നമുക്കിങ്ങനത്തെ പേടികളും ഉത്കണ്ഠകളും വരുന്നത്. എന്താണ് കറണ്ട് അഡ്വൈസ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ഏത് കാർഡാണ് വന്നിരിക്കുന്നത്? നമുക്ക് വന്നിരിക്കുന്നത് ത്രോട്ട് ചക്ര എന്ന് പറയുന്ന കാർഡാണ്. ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് എക്സ്പ്രഷൻ്റെ കാർഡാണ്, നീല കളറ് കഴുത്തിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പറയുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് കാര്യങ്ങൾ തുറന്ന് പറയുക. പറയാൻ ആളില്ലെങ്കിൽ പറയാനുള്ളവരോട് തുറന്ന് പറയുക. മനസ്സിൽ ആ വിഷമങ്ങൾ അമർത്തി വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിൽ വ്രണമായി പോകും. മനസ്സിൽ വ്രണമായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറില്ല. അതുകൊണ്ട് തുറന്ന് പറയുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആരും തുറന്ന് പറയാനില്ലെങ്കിൽ ഒരു പേപ്പറിൽ അതെല്ലാം എഴുതി അത് കത്തിച്ച് കളഞ്ഞാലും മതി. അപ്പോൾ മനസ്സിലൊരു ആശ്വാസം കിട്ടും. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.